നമസ്കാരം. നമ്മളുടെ സിനിമാ സംവിധായകൻ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് രാമസിംഹൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരും കൂടി ചേർത്തിട്ടിട്ടുണ്ട്, പലർക്കും അറിയില്ല. രാമസിംഹൻ അബൂബക്കർ. രാമസിംഹൻ എന്ന പേര് മാറ്റിയപ്പോഴും അബൂബക്കർ എന്ന പേര് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മാന്യത. അച്ഛൻ്റെ പേര് മാറ്റാൻ പറ്റില്ലല്ലോ. രാമസിംഹൻ അബൂബക്കർ. പഴയ പേര് അലി അക്ബർ. അദ്ദേഹം BJP ചേർന്ന് നോക്കി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം. അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, കണക്ക് പഠിപ്പിക്കുന്ന മാഷയെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, കണക്കിനെയാണ് സ്നേഹിക്കേണ്ടത്. കണക്കെന്ന് നമ്മുടെ ഒപ്പം നിൽക്കും. മാഷ്ട വഴിക്ക് പോകും. റിട്ടയർഡായി കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ വഴിക്ക് പോകും. ഞാൻ തൃക്കൂർ സർവോദയ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഇളയത് മാഷ് പറഞ്ഞൊരു മാഷ് വന്നിരുന്നു. അവിടെ ഹെഡ് മാസ്റ്ററായിട്ട്. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ് അൾട്ടിമേറ്റ്ലി. കൂട്ടത്തിൽ അദ്ദേഹം പഠിച്ച് അധ്യാപകനുമായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എനിക്കറിയാവുന്നൊരു കോമൻ വിജയൻ എന്ന് പറഞ്ഞ നല്ല ആരോഗ്യമുള്ള പയ്യനാണ്. 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ അവന് 9 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നു അത്ര. ഇവന് പഠിക്കാൻ അറിയില്ല. ഇവനെപ്പോഴും പേന ഇവിടെ കുത്തിയിട്ടാണ് കൊണ്ടുവരിക. ഇവിടെയാണ് അവൻ പേന കുത്തുക. പക്ഷേ പേന എടുക്കുമ്പോൾ സ്ഥിതി എന്താ അറിയോ? ഇതാ സ്ഥിതി. ഇത്രയേ ഉള്ളൂ പേന. അതുകൊണ്ട് അവന് യൂസേജ് ഇല്ല. അവൻ ഈ മാഷ്ട വീട്ടിൽ പോയിട്ട് മാഷ്ട സൈക്കിളൊക്കെ തുടച്ചു കൊടുക്കും. അവിടെ കാളത്തേക്കുണ്ടായിരുന്നു. ചിലപ്പോൾ അവൻ തേവി വെള്ളം ഒഴിക്കും പലയിടത്തും. ഒരു ദിവസം മാഷ് വിളിച്ച് പറഞ്ഞു, മാഷ് നല്ല അടി കൊടുക്കും. ഇളയത് മാഷ് നല്ല അടി കൊടുക്കും എല്ലാവർക്കും. ചിരിച്ചുകൊണ്ടതല്ല, വന്നിട്ട് ചോദിക്കും, എത്ര അടി വേണം രമേശേ, എത്ര അടി വേണം? ഒരെണ്ണം കൂടി ആവാം എന്നൊക്കെ. അതാണ് അങ്ങനെ രീതി. നല്ല അടിയടിക്കും. കോമൻ വിജയന് എന്നും കിട്ടും. അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പോയി ജോലി ചെയ്യുന്നത്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, വിജയ, നീ എൻ്റെ വീട്ടിൽ വന്ന് ഏത് രീതിയിൽ അവിടെ നിരങ്ങിയാലും പഠിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്ന്. രാമസിംഹൻ നല്ലൊരു കലാകാരനായിരുന്നു. ഒരു സിനിമ എടുക്കണമെങ്കിൽ കലാകാരന്മാർക്കല്ലേ പറ്റുള്ളൂ. കലാകാരന്മാരെ നിയന്ത്രിക്കുന്നവരാണ് സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ചിന്താപരമായിട്ടുള്ള നിലപാടുകൾക്ക് ഊറ്റം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പൂതിരിച്ച മരത്തുമ്പോൾ കയറി ഇരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ മരത്തിന് മേലെ പാരസൈറ്റ് ആവുകയല്ല വേണ്ടത്. തൻ്റെ നിലപാട് തന്നിലുറപ്പിച്ച് അത് തനിക്ക് കഴിയാവുന്ന രീതിയിൽ പ്രസരിപ്പിച്ച് ലോകത്തിലേക്ക് പ്രസരിപ്പിച്ച് അങ്ങനെയാണ് നിൽക്കേണ്ടത്. അങ്ങനെ ആവുമ്പോഴോ BJP ചെയ്യുന്നത് ശരിയില്ലെങ്കിൽ നമുക്കത് വിളിച്ചു പറയാം. ഇപ്പോൾ BJPയുടെ കേന്ദ്ര കമ്മിറ്റി, നമ്മളുടെ അമിത്ഷാ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ അത് വിളിച്ചു പറയാൻ പറ്റില്ല. എനിക്ക് വിളിച്ചു പറയാൻ പറ്റും, കാരണം ഞാൻ RSS അല്ല, BJP അല്ല. ആയതുകൊണ്ട് തന്നെ എല്ലാ ഗുഹകൾ തന്നെയാണ്. വെളിച്ചം കിടക്കാത്ത സ്ഥലത്തെയാണ് ഈ ഗുഹ എന്ന് പറയുക. ആ ഗുഹയിൽ നിന്ന് വേറെ ഗുഹയിൽ കയറി കഴിഞ്ഞാൽ അവിടെ വെളിച്ചം കാണണമെന്നില്ല. അലി അക്ബർ ചെയ്തത് അതാണ്. തൻ്റെ യഥാർത്ഥത്തിലുള്ള അസ്തിത്വം എന്താണ്? കലാകാരൻ. ആരാണ് കലാകാരൻ? നാരദരൊരു കലാകാരനാണ്. നാടകാന്തം കവിത്വം എന്ന് പറയും. അത് ഇവിടെയുള്ള മലയാള വിശാരദന്മാർ, എഴുത്തുകാരെന്നൊക്കെ പറയില്ല. അവർ പറയുന്നത് നാടകത്തിൻ്റെ അവസാനമാണ് കവിത്വം എന്ന്. അതല്ല ശരി. നാടകം അവസാനമാണ് കവിത്വത്തിൻ്റെ, അതാണ് ശരി. നാടകമാണ് അന്തം. അപ്പോൾ നാടകമാണ് വലുത്. നാടകക്കാർ ഈ ലോകത്തെ അറിയുന്നു, ഒപ്പം അങ്ങ് അറ്റത്തെ ലോകത്തിലും അറിയുന്നു. വിഷ്ണുവും ശിവനും തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സമീപിക്കുന്ന ആരെയാണ്? ഋഷീശ്വരന്മാർക്കും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. സമീപിക്കുന്ന ആരെയാണ്? കലാകാരന്മാരെ, നാരദരെ പോലുള്ള കലാകാരന്മാരെ. ഹനുമാൻ കലാകാരനായിരുന്നു. ശ്രീകൃഷ്ണ ഗീതം തന്നെയുണ്ട്, കലാകാരനായിരുന്നു. ശിവൻ നർത്തകനായിരുന്നു, മഹാനടനായിരുന്നു, അതാണ് മാടൻ. രാമസിംഹൻ, അലി അക്ബർ
കലാകാരനായിട്ട് നിന്നാൽ കുന്നത്ത് വെച്ച് വിളക്ക് പോലെ അതിന് പ്രകാശമുണ്ടാകും. പക്ഷെ അദ്ദേഹം ആ ഗുഹയിൽ പോയി ഒളിച്ചു. അത് അദ്ദേഹത്തിൻ്റെ തെറ്റ്. ഹിന്ദു മുസ്ലിമിന് ഹൈന്ദവ തത്വ സംഹിതയോട് ഇഷ്ടമാണെങ്കിൽ അതിനെ സ്നേഹിക്കാം. അതിന് പോയിട്ട് ഹിന്ദു മതത്തിലേക്ക് മാറേണ്ട ആവശ്യമില്ല. എനിക്ക് വിശുദ്ധ ഖുറാനിലെ കൽപ്പനകൾ, ആയത്തുകൾ, ഹദീസുകൾ അതെൻ്റെ ജീവിതത്തിൽ പകർത്തണമെന്ന് തോന്നിയാൽ, അതിനോട് താല്പര്യമുണ്ടെന്ന് തോന്നിയാൽ, പ്രവാചകനോട് ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് പൊന്നാനിയിൽ പോയിട്ട് തൊപ്പിയിടേണ്ട ആവശ്യമില്ല. എനിക്ക് സ്നേഹിക്കാം, എൻ്റെ മനസ്സ് വെച്ച് സ്നേഹിക്കാം. അതാരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഇപ്പോൾ അദ്ദേഹം BJPയിൽ ചേർന്ന് അനാവശ്യമായിട്ട് സ്വയം ഡെക്കറേറ്റ് ചെയ്തു. ഒരു തീവ്രവാദി, ഹിന്ദുത്വ തീവ്രവാദിയായിട്ട് മാറി. അതോടുകൂടി എന്തായി? അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ എല്ലാ വരുമാന മാർഗങ്ങളും പൂർണ്ണമായിട്ട് ഇല്ലാതായി. 1 രൂപയുടെ വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥയായി മാറി. ഇത് അദ്ദേഹം നേരിട്ട് പറഞ്ഞാണ്, ഒരു യൂട്യൂബ് ചാനലിനോട് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വർഷത്തിൽ എങ്ങനെ പോയാലും ഒരു 10 to 15 ലക്ഷം രൂപ വരെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അലി അക്ബർ അഥവാ രാമസിംഹൻ പറയുന്നത്. എന്നാൽ BJPയിൽ എത്തിയതോടുകൂടി അന്നം മുട്ടി. യാതൊരു ഉപയോഗമില്ലാതെ വന്നപ്പോൾ ഉപകരണങ്ങളൊക്കെ തുരുമ്പെടുത്ത് നശിച്ചു. ഈ ഒരു പാർട്ടിയിൽ ഒരാൾ ചേരുമ്പോൾ ആ ചേരുന്ന സമയത്ത് ഷാൾ അണിയിക്കാനും ഫോട്ടോ എടുക്കാനും അതിൻ്റെ അങ്ങേ തുഞ്ചത്ത് ഇരിക്കുന്ന ആൾ വന്നിട്ട് സ്വീകരിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷെ പിന്നീട് 24 മണിക്കൂർ കഴിയുമ്പോൾ ആരാണ്? ആ കൂട്ടത്തിലൊരാൾ ചൂലും പെയിൻ്റ് എടുത്ത് കൊടുക്കും. ആ മതിൽമ മുഴുവൻ വെള്ളമടിച്ചോ, ഇലക്ഷൻ വരികയാണ്, എന്നിട്ട് എഴുതാൻ ആൾക്കാർ വേറെ വരും എന്ന് പറയും. ഏതായാലും ആ അവസ്ഥ തന്നെയാണ് അലി അക്ബറിനുണ്ടായത്. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകൾക്ക് സ്വന്തം ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയാണ്. രാഷ്ട്രീയത്തിൽ വരുന്നവർ രാഷ്ട്രീയ ബുദ്ധിയുള്ളവരായി മാറണം. രാഷ്ട്രീയ ബുദ്ധി എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്, കുബുദ്ധി. മറ്റൊന്നുകൂടി പറയാം, ദുർബുദ്ധി. കണ്ണുകൊണ്ട് മുന്നോട്ട് മാത്രം നോക്കിയാൽ പോരാ. ഒരു കണ്ണ് ഇങ്ങോട്ടും വേണം, നോട്ടം ഇങ്ങോട്ടും വേണം, പിന്നിലോട്ടും വേണം. അത് എപ്പോഴാണ് കുതിയാൽ വിട്ടതെന്നറിയില്ല. ആയതുകൊണ്ട് തന്നെ കലാകാരന്മാരെപ്പോഴും അവരുടെ മനസ്സിലൊരു ആർജവമുണ്ടാകും കലാകാരന്മാർക്ക്. ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? അവരായിട്ട് നിൽക്കണം. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ദേശത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും അവർ അഭിപ്രായങ്ങൾ രൂപീകരിക്കും. കാരണം അവർ ചിന്തിക്കുന്നവരാണ്. ആ അഭിപ്രായം പുറത്ത് പറയുമ്പോൾ ആൾക്കാർ പറയും, കണ്ട അയാളുടെ നിലപാട് മാറ്റി. ഇന്നലെ വരെ പറഞ്ഞ് ഇങ്ങനെ, ഇന്ന് പറയണത് ഇങ്ങനെ. പക്ഷെ രാഷ്ട്രീയത്തിലുള്ള പിള്ളേരെങ്ങനെയാണ്? രാഷ്ട്രീയത്തിന് മുമ്പിൽ നിൽക്കുന്നവരല്ല, അതിൻ്റെ പുറയിൽ നിൽക്കുന്ന കുറേ കഴുതരാമന്മാരുണ്ടല്ലോ, 10,000 കണക്കിന്. എക്സോൾട്ടഡ് ഡോങ്കീസ് എന്ന് പറയും, വിശുദ്ധ കഴുതകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ആരോ പറഞ്ഞ പോലെ, തോപ്പിൽ ബാസി സാറ് പറഞ്ഞ പോലെ, എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ കോൺഗ്രസ് ആയിരുന്നു എന്ന്. ഞങ്ങളങ്ങ് കോൺഗ്രസ്സാണ് 250 വർഷമായിട്ട്. അതായത് ഇരുമ്പ് തൂണ് കുഴിച്ചിരുന്ന പോലെ ഇളകുമില്ല. കാരണം എന്താണ്? ചത്ത ശവങ്ങൾ എങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് കെടുത്തി കഴിഞ്ഞാൽ ആൾ വരുന്നത് നിങ്ങൾ നോക്കുമോ? അല്ലെങ്കിൽ ആരുടെ വരുന്ന സമയത്ത് മന്ത്രി വരുന്നു, മുഖ്യമന്ത്രി വരുന്നു, ഗുഡ് മോർണിംഗ് സർ എന്ന് പറയൂ. ചത്ത ശവമാണ്, അവിടെ നിലപാടുകൾ ഉണ്ടാവില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ചേരാൻ പാടില്ലായിരുന്നു. ഇപ്പം എല്ലാം നശിച്ചു, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കോൺഗ്രസ്സിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ മുസ്ലിം ലീഗിലോ നിലനിന്നിരുന്നെങ്കിൽ ആവശ്യത്തിന് സൗകര്യങ്ങളും പദവികളും സമ്പത്തും ലഭിക്കുമായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക. BJPയിൽ ചേർന്നപ്പോൾ അത് കിട്ടുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ അത്യാവശ്യം കിട്ടിയേനെ. കോൺഗ്രസ്സിലാണെങ്കിൽ അങ്ങനെ കപ്പി പിടിക്കാമായിരുന്നു. മുസ്ലിം ലീഗാണല്ലോ, അത് പണക്കാരുടെ പാർട്ടിയാണല്ലോ, അങ്ങനെ വെച്ചാൽ അതിസമ്പന്നനാകാമായിരുന്നു. BJPയിൽ അത് പറ്റില്ല. അപ്പോൾ എന്തിനാ രാമസിംഹ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ? മിണ്ടാതിരുന്നൂടെ? നിങ്ങൾ തന്നെ നിങ്ങളുടെ തൊലി പൊളിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ തന്നെ നിങ്ങളുടെ വസ്ത്രം മൂരിയിട്ട് നഗ്നനായിട്ട് നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നാണക്കേടല്ലേ വാസ്തവത്തിൽ?
കേരള BJPയിൽ ചേർന്നതുകൊണ്ട് തനിക്ക് വലിയ രീതിയിൽ പശ്ചാത്താപമുണ്ടെന്നും രാമസിംഹൻ വ്യക്തമാക്കി. വിട്ടുകള, ഡിലീറ്റ് ചെയ്ത് കള. നാളെ മുതൽ നിങ്ങൾ രാമസിംഹനായിട്ട് തുടർന്നോ? നിങ്ങൾ ഹിന്ദുമതത്തെ ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ ഹൈന്ദവ തത്വശാസ്ത്രങ്ങളെ നിങ്ങൾ അനുസന്ധാനം ചെയ്തോ? പക്ഷെ എന്തിനാണ് നിങ്ങൾ BJPയിൽ ചേരുന്നത്? അതിനെന്തിനാണ് നിങ്ങൾ RSSൽ ചേരുന്നത്? അതും RSSും BJPയും ഹൈന്ദവ സംഹിതകളും തമ്മിൽ എന്താ ബന്ധമുള്ളത്? BJPയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ സിനിമാ മേഖല പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. BJPയിൽ ചേർന്നതിന് ശേഷം സുരേഷ് ഗോപിക്ക് ഒരു പടം വന്നിട്ടുണ്ടോ? 27 പടങ്ങൾ ഒപ്പുവെച്ചു എന്നാണ് ഇടക്കാലത്ത് വെച്ച് പറഞ്ഞത്. 27 പടങ്ങൾ. മരുന്നിന് ഒരു പടമെങ്കിലും പുറത്തു വന്നോ? വന്നില്ല, വരില്ല, ആർക്കും വേണ്ട. കാരണം എന്താ? അയാൾ സംഖ്യയാണ്. എന്തിനാണ് സ്വയം പട്ടെടുത്ത്? സംഖ്യ എന്നല്ല, കൊങ്ങിയാകട്ടെ, സംഖ്യയാകട്ടെ, കമ്മിയാകട്ടെ, എന്തിനാ അങ്ങനെ ഒരു ലേബൽ? ഞാനാരാണ്? നിങ്ങളാരാ? ഞാനൊരു കലാകാരനാണ്. എന്താ പേര്? രാമസിംഹൻ. ആ അഡ്രസ്സല്ലേ നല്ലതായിരുന്നത്? എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണത്. സിനിമ നിർമ്മിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗമാണ്. ആരാണ്? മുസ്ലിങ്ങൾ. നേരിട്ടല്ലെങ്കിലും വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും അവരാണത് ചെയ്യുന്നത്. ബിനാമി വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. BJP ബന്ധം വന്നാൽ ചാണകസംഖി എന്ന് ചാപ്പകുത്തും. ആ ചാപ്പകുത്തുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ശേഷി വേണമല്ലോ. അതിനാണ് ധീരത എന്ന് പറയുക. അതിനെയാണ് നട്ടലുള്ളവൻ എന്നൊക്കെയും പറഞ്ഞത് അതിൻ്റെ പേരില്ല. ഏതായാലും ചാണകസംഖ്യ എന്ന പേര് വന്നതോട് കൂടിയിട്ട് സിനിമാ രംഗത്തേക്കുള്ള എല്ലാ കവാടങ്ങളും ക്ലോസ്ഡ്. നടൻ ദേവനും അതാ സംഭവിച്ചത്. അയാൾ ഒരു സുന്ദരനായിട്ടുള്ള വില്ലൻ എന്നുള്ള പേരൊക്കെ ഉണ്ടായിരുന്നു. BJPയിൽ എത്തിയതോട് കൂടിയിട്ട് കാട്ടുകുതിരയിൽ പറഞ്ഞ പോലെ ഡിങ് അതെല്ലാം പോയി. അവിടെയാണ് മമ്മൂട്ടിയും മോഹൻലാലും തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, അതാണ് അവരുടെ സ്ഥിതി. മാർഷൽ പാർട്ടി തൊട്ടു തൊട്ടില്ല, മമ്മൂട്ടി മോഹൻലാലും. BJP തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല. എപ്പോൾ തൊടും? എവിടെ? അവർക്കറിയാം. അതുകൊണ്ട് അവർ നിൽക്കുന്നത് എങ്ങനെയാണ്? തൊട്ടു തൊട്ടില്ല, അങ്ങനെയാണ് നിൽക്കുന്നത്. ചാടിക്കേറിയൊരു മുഴുവൻ നാണം കെട്ടു. സുരേഷ് ഗോപിയുടെ അവസ്ഥ അതാണ്. നല്ല പ്രതിഫലം വാങ്ങിയിട്ട് ജീവിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ MP ശമ്പളം മാത്രം ബാക്കി. അത് ലക്ഷങ്ങൾ മാത്രം, മറ്റു കോടികളാണ്. സിനിമയിൽ സജീവമായിട്ട് നിന്ന സമയത്താണ് അദ്ദേഹം പാർട്ടി ചുമതലകൾ ഏറ്റെടുത്തത്. അതോടെ ഉദ്ഘാടനത്തിന് പോലും ആൾക്കാർ വിളിക്കുന്നില്ല. അയാൾ എവിടെയും ഉദ്ഘാടനം ചെയ്താൽ പിന്നെ അവിടെ ആൾക്കാർ കയറില്ല. കാരണം ഈ ന്യൂനപക്ഷ പാർട്ടി അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. കാട്ടിൽ ആ സിംഹങ്ങൾ ഒറ്റയ്ക്ക് നടക്കും, മാൻകുട്ടികൾ നടക്കലുണ്ട്. പേടിയാണ്, പേടിയാണ്, പേടിയാണ്. ഈ ന്യൂനപക്ഷങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് അവരെപ്പോഴും കൂട്ടായിട്ട് നിൽക്കും, കൂട്ടമായിട്ട് ആക്രമിക്കും. ഒറ്റയ്ക്ക് ആക്രമിക്കാൻ ശേഷിയില്ല. ഈ ഉള്ളവരെ ഒറ്റയ്ക്ക് ആക്രമിക്കുന്നത് എത്ര ലീഗോളികൾ കൂടിയിട്ടാണെന്നറിയാമോ? ഗൾഫിലേക്കും പ്രചാരത്തിലാണ്. അയാളുടെ വാട്സപ്പ് ചാറ്റുകൾ, അല്ല അയാളുടെ മറ്റേ യൂട്യൂബ് ചാനൽ തുറന്നു നോക്കരുത്. എൻ്റെ മുഖത്ത് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വിഷാദ ചവി കാണുന്നുണ്ടോ? അന്നത്തെ പോലെ തന്നെ ഇന്നും. പിന്നെ എനിക്കൊന്നും കാണിക്കാൻ വേണമെങ്കിൽ അതെൻ്റെ ഇതിൽ പെട്ടതല്ല. ചന്തുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ. എന്തായാലും കേരളത്തിലെ BJPയുടെ പ്രവർത്തനങ്ങളെല്ലാം കമ്മീഷൻ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. PP3 കാലഘട്ടത്തിൽ തന്നെ വോട്ട് മറക്കലായിരുന്നു അന്ന്. വോട്ട് മറിച്ച് പൈസ വാങ്ങിക്കലായിരുന്നു അന്ന്. തിരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കൾക്കായിട്ട് വാടകയ്ക്ക് എടുക്കുന്ന കാറിന് 2000 രൂപയാണ് നിരക്കെങ്കിൽ 4000 രൂപ നൽകാൻ ആവശ്യപ്പെടും. അതിൽ വരുന്ന 2000 രൂപ കമ്മീഷനായിട്ട് തിരികെ വാങ്ങുകയും ചെയ്യുന്നു. കാറുകാരനോട് പറയും 4000 രൂപ വാങ്ങിച്ചോട്ടോ. കാറുകാരൻ 4000 രൂപ വാങ്ങിക്കും. അയാൾക്ക് 2000 രൂപയുടെ ആവശ്യമുള്ളൂ. 2000 രൂപ ഇയാൾക്ക്. ഇത് പല കാൻഡിഡേറ്റുകളും ചെയ്തിട്ടുള്ളതാണ്. കുന്നമംഗലത്ത് കഴിച്ച ഊടിന് വരെ ഇത്തരത്തിൽ കമ്മീഷൻ അടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്.
110 140 രൂപയുടെ ഊടിന് 60 രൂപ വരെ കമ്മീഷൻ വാങ്ങുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകൾ 5 കൊല്ലത്തേക്കുള്ള പണമുണ്ടാക്കാനുള്ള മാമാങ്കമായിട്ട് BJPക്കാർ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വേറെ മാർഗ്ഗം അവറ്റകൾക്കില്ലല്ലോ. താൻ കൊടുവള്ളിയിൽ മത്സരിച്ചപ്പോൾ വലിയ തുക പാർട്ടി ഫണ്ടായിട്ട് പിരിച്ചിട്ടും നേതാക്കൾ ചെറിയൊരു തുക മാത്രമാണ് നേതാക്കൾക്ക് ലഭിച്ചതെന്ന് പറഞ്ഞിട്ട് അവർക്ക് അത്രയേ കിട്ടിയുള്ളൂ എന്നും പറഞ്ഞ് തന്നെ ഒതുക്കി എന്ന് പറഞ്ഞു. രാമസിംഹൻ അവർക്കൊരു കാര്യം മനസ്സിലാക്കണം. പണ്ടൊരു നമ്പൂതിരി ഇങ്ങനെ ഇരിക്കുമ്പോൾ പഴുത്ത ചക്ക കൊണ്ടുപോകണം, അല്ല വരിക്ക ചക്ക, അതിൻ്റെ മണമടിച്ചു. അപ്പോൾ രാമനെ വിളിച്ച് പറഞ്ഞു, രാമാ ഇങ്ങോട്ട് വരിക. എന്താ തമ്പുരാനെ? നമുക്കേ പറമ്പ് വേണ്ടത്രേ ഉള്ളൂ, ഗ്രാമം മുഴുവൻ അവരുടെ പറമ്പായിരിക്കുമല്ലോ. നമുക്കേ നല്ല വരിക്കച്ചക്ക പഴുത്തത് ഇന്ന് തന്നെ കിട്ടണം. ഓ കൊണ്ടുവരാമേ. അയാളെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. വൈകുന്നേരം വന്നു. രാമാ ചക്ക കിട്ടിയോ? ഏയ്, കയറാവുന്ന തെങ്ങുമ്പോൾ മുഴുവൻ ഞാൻ കയറി, ഒറ്റ തെങ്ങുമ്മയും ചക്കയില്ല എന്ന്. അങ്ങനെയോ? എന്നാൽ വിട്ടേക്കുക. നമ്പൂരിക്ക് കാര്യം മനസ്സിലായില്ല. രാമസിംഹ, തെങ്ങുമ്മ കയറിയ ചക്ക കിട്ടില്ല. രാഷ്ട്രീയത്തിലിറങ്ങിയിട്ട് ധർമ്മം, അന്തസ്സ്, ആഭിയാത്യം, പെരുമ, മഹിമ, സത്യസന്ധത, ആർജവം ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതാണ് രാഷ്ട്രീയം. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? തിരിച്ച് തൻ്റെ പഴയ രാവണമുണ്ടല്ലോ സിനിമ, അവിടേക്ക് മുഖം തിരിക്കുക. ആൾക്കാരെല്ലാം മറന്നോളും. പക്ഷെ ഇനി ഈ ബീജ്ഞേപ്പി ചീഞ്ഞേപ്പി എന്നുള്ള വാക്കുകൾ പറഞ്ഞ് എന്നെ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, എന്നെ ചവിട്ടി അരച്ചില്ല, എന്നെ പാർശ്വവൽക്കരിക്കരുതെന്നൊന്നും പറയാതിരിക്കുക. ആൺകുട്ടിയായിട്ട് നിൽക്കുക. നമസ്കാരം.